സംഘടനകളാണ് മതസംഘടനകൾ. എന്നാൽ മതസംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം അതത് മതങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹിക വിദ്യാഭ്യാസത്തിന് മതത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംഭാവനകൾ നഷ്ടപ്പെടുന്നതിലേക്കാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ISM ചരിത്ര പ്രാധാന്യമുള്ള ഈ കോഴിക്കോട് ടൗൺ ഹാളിനകത്ത് കേരളത്തിലെ എല്ലാ വിധത്തിലുമുള്ള യുവജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ യുവജന സംഘടനകളും മതയുവജന സംഘടനകളും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകിയത് എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് വിയോജിപ്പിന്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് കലഹിക്കാനല്ല, യോജിപ്പിന്റെ മണ്ഡലത്തിനകത്തേക്ക് മതസംഘടനകളും രാഷ്ട്രീയ യുവജന സംഘടനകളും കൈകോർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു സമന്വയത്തിന്റെ പാതയിലേക്ക് യോജിക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ ഭാഗമായി യോജിപ്പിന്റെ മണ്ഡലം ഉണ്ടാക്കി തീർത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് സഹായകരമാകും ഈ ചർച്ച എന്ന് പ്രത്യാശിക്കുകയാണ്. തകരുന്ന ധാർമ്മികത, അരക്ഷിത സമൂഹം, ഇത് പലപ്പോഴും നാം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കേട്ട, എന്നാൽ അതിന് തൊട്ടുതാഴെയുള്ള വാക്ക് അത് അല്പം വിപ്ലവാത്മകമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായതുകൊണ്ട് എന്നെ അല്പം ആവേശം കൊള്ളിച്ചു. ഇനിയും നാം നിശബ്ദരാവുകയോ? ഈ വാക്ക് ഒരു സത്യവിശ്വാസിയായ ഇസ്ലാം ഹൃദയത്തിൽ തട്ടി എന്നേ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കാനേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിശബ്ദരാകാൻ ഒരു മതവിശ്വാസിക്ക് അവകാശമില്ല. തന്റെ ചുറ്റുപാടും നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് നിശബ്ദനായിരിക്കാൻ അവകാശമില്ല. അങ്ങനെ നിശബ്ദത പാലിക്കുന്നവൻ എന്റെ സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവനുമല്ല എന്ന് ഉത്ബോധനം നടത്തിയ ഒരു മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമാണ് ISMനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാക്ക് ആഗോളീകരണ ജീവിത വ്യവസ്ഥ സാമൂഹിക ദുരിതങ്ങളുടെ തീമഴ പെയ്യിച്ച് ഒരു ജനതയെ സർവനാശത്തിന്റെ പടുകുഴിയിൽ തള്ളിവിട്ട് അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അറേബ്യൻ മണലാരണ്യം കാട്ടുനീതികൾ കൊണ്ട്, കിരാതമായ മർദ്ദക വാഴ്ചകൾ കൊണ്ട് അരാജകത്വത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തിയപ്പോൾ നന്മയുടെയും പ്രകാശത്തിന്റെയും ദീപസ്തംഭമായി ഒരു ജനതയെയാകെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച പ്രവാചകന്റെ വാക്കുകൾ 21ാം നൂറ്റാണ്ടിൽ ആഗോളവൽക്കരണത്തിന്റെ തീമഴ പെയ്യിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു മതസംഘടന, ഒരു യുവജന സംഘടന ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളിടത്ത് ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു യുവജന സംഘടനയുടെ സാമൂഹിക ദൗത്യത്തിലേക്ക് ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നതായി ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് ഇവിടെ ISM മുന്നോട്ട് വെച്ച ഈ ചോദ്യത്തോട് DYFI ഐക്യദാർഢ്യപ്പെടുന്നു.
ഇനിയും നിശബ്ദരാകാൻ ഈ രാജ്യത്തിനകത്ത് ആർക്കും അവകാശമില്ല. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ വളരെ വിനയപൂർവ്വം ഞങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളോട് ജനാധിപത്യപരമായി സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ ജനാധിപത്യ ഭാഷയിൽ തന്നെ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ആദ്യം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നു. എന്താണ് ധാർമ്മികത? ധാർമ്മികത തത്വശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ്. അല്ലാതെ ധാർമ്മികത ഇങ്ങനെ കാറ്റിൽ പാറി പറന്ന് ഒരു സമൂഹത്തെ പ്രബുദ്ധരാക്കാൻ വേണ്ടി കാറ്റിൽ പാറി വരുമെന്നോ വെള്ളത്തിൽ ഒഴുകിയെത്തുമെന്നോ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല. തത്വശാസ്ത്രമാണ് ധാർമ്മികതയെ ഉൽപ്പാദിപ്പിക്കുന്നത്. തത്വശാസ്ത്രം ചരിത്രത്തിന്റെ ഉൽപ്പന്നമാണ്. ചരിത്രം നൈരന്തര്യമുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ വ്യവഹാര മണ്ഡലത്തിൽ മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യൻ അവന്റെ മസ്തിഷ്കത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ സഹജീവികളുടെ ഹൃദയവായ്പകൾ അത് സ്വന്തം വേദനകളായി ആത്മാനുഭൂതിയായി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ഉൽപ്പാദിപ്പിച്ച ആശയങ്ങളാണ് തത്വശാസ്ത്രം. നിർഭാഗ്യവശാൽ ലോകത്ത് ധാർമ്മികതയുടെ തകർച്ചയ്ക്ക് നിദാനമായി എന്ന് നിങ്ങളും ഞാനുമെല്ലാം ഇപ്പോൾ ഏകസ്വരത്തിൽ ഐക്യത്തോടുകൂടി വിശ്വസിക്കുന്ന ആഗോളീകരണത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് ഈ ലോകത്തേക്ക് കടന്നു വരാൻ വേണ്ടി ഫുക്കുയാമയെ പോലെയുള്ള സൈദ്ധാന്തികന്മാർ അവർ പ്രവചിച്ചത്, അവർ സംസാരിച്ചത് ചരിത്രം അസ്തമിച്ചു, അവസാനിച്ചു എന്നുള്ളതായിരുന്നു. ചരിത്രം അവസാനിച്ചു എന്ന് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യയശാസ്ത്രകാരന്മാർ പറഞ്ഞപ്പോൾ ഈ രാജ്യത്തിനകത്ത് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇത് ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച തത്വശാസ്ത്രജ്ഞൻ മാർക്സാണ്. അതുകൊണ്ട് മാർക്സ് പറഞ്ഞ ചരിത്രമാണ് ഇവിടെ മരിച്ചത് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ മാർക്സ് പറഞ്ഞ ചരിത്രം മാത്രമായിരുന്നില്ല ലോകത്തിനകത്ത് ഇതുവരെ എല്ലാ പ്രവാചകന്മാരും, അത് മതപരമായി ഈ രാജ്യത്തിനകത്ത് ഈ ലോകത്തിനകത്ത് സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത ദൈവദൂതന്മാരായ പ്രവാചകന്മാരും മനുഷ്യ സഹജമായ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് മനുഷ്യനെയും അവന്റെ സമൂഹത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ആളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറയുന്നു എന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്തെ മാത്രം വെച്ചുകൊണ്ട് സംസാരിച്ച, ചരിത്രത്തെ നിർവചിച്ച ചരിത്രകാരന്മാരുടെയും ചരിത്രം അവസാനിച്ചു എന്നുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ നാം വൈകിപ്പോയത് കൊണ്ടാണ് ഇസ്ലാം പ്രബുദ്ധതയുടെ ഭാഗമായി ഇസ്ലാമിന്റെ ധാർമ്മികതയെ പരിരക്ഷിക്കാൻ വേണ്ടി ആഗോളീകരണ രാഷ്ട്രീയ വ്യവസ്ഥയോടുകൂടി 90കളുടെ ആരംഭത്തിൽ കലഹിച്ചില്ല എങ്കിലും 2000 ആണ്ടിന്റെ ഉദയത്തോടുകൂടി ലോകത്തിനകത്ത് പല മണ്ഡലങ്ങളിലും കലഹിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പാശ്ചാത്യ ലോകം തന്നെ വിളിക്കുന്ന ഒരു പുതിയ ശക്തി ഈ ലോകത്തിനകത്തുണ്ടായത്. അപ്പോഴാണ് ലോകത്ത് ഈ മുതലാളിത്ത പാശ്ചാത്യ ശക്തികൾ പറഞ്ഞത്, ഇനി എന്താണ് സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാകും, അത് സംസ്കാരങ്ങളുടെ സംഘടനമാണ് എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ സംഘർഷങ്ങളിൽ ഏർപ്പെടാതെ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ വ്യവഹാര മണ്ഡലത്തിൽ അവൻ എടുത്തുപയോഗിക്കുന്ന ആടയാഭരണങ്ങൾ മാത്രമാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടിയുള്ള മൂല്യവത്തായ സംസ്കാരമാണ് ലോകത്തിനകത്ത് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുന്ന ധാർമ്മികതയുടെ അടിത്തറയുള്ള സംസ്കാരം. എന്നാൽ അങ്ങനെയുള്ള ഒരു സംസ്കാരമല്ല, അതിനപ്പുറത്ത് വംശീയതയുടെ, വർണ്ണത്തിന്റെ, ഗോത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഏറ്റുമുട്ടലിന്റെ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്ന് വിധിയെഴുതിക്കൊണ്ട് ലോകത്ത് അധാർമികത ലോകത്തിന്റെ ജീവിതക്രമത്തെ ആകെ വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുമ്പോൾ
ആ പരിശ്രമത്തോട് ധാർമ്മികതയുടെ പ്രത്യയശാസ്ത്രത്തിന് പിൻബലം കൊണ്ട് സമരഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പരിശ്രമിച്ച ഇസ്ലാമിക ധാർമ്മിക മൂല്യ ലോകത്തെ പരീക്ഷിക്കാൻ വേണ്ടി ലോകത്തിനകത്ത് മുന്നിട്ടിറങ്ങിയ ശക്തികളെ, അവരെ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് വംശീയപരമായി സംഘർഷത്തിന്റെ മുഖം വംശീയതയുടെ സംഘർഷമുഖമാക്കി തീർത്തുകൊണ്ട് ധാർമ്മികതയെ തകർക്കുന്നതിനു വേണ്ടി ഈ പാശ്ചാത്യ ശക്തികൾ പരിശ്രമിച്ചത്. ഈ പരിശ്രമമാണ് ലോകത്തിനകത്ത് ഇന്ന് ഒരുപക്ഷെ ഇസ്ലാം മതവും മുസ്ലിം സമുദായവുമെല്ലാം വളരെ ശക്തമായ രൂപത്തിൽ നേരിട്ടുകൊണ്ടുന്ന അസ്തിത്വ പ്രശ്നമായി ഇത് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അസ്തിത്വ പ്രശ്നം മറ്റൊന്നുമല്ല, വംശീയതയുടെ തലത്തിലേക്ക് ഈ പ്രശ്നങ്ങളെ, ഈ സംഘർഷത്തെ ചുരുക്കുകയും ഈ ചുരുക്കലിന്റെ ഭാഗമായി ലോകത്തിനകത്ത് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭീകരരാണ്, ഭീകരവാദികളാണ് എന്ന തലത്തിലേക്ക് ഈ ധാർമ്മിക സമരത്തിനകത്തേക്ക് കടന്നു വരേണ്ട ഏറ്റവും ശരിമയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ മുഖത്തെ വികൃതപ്പെടുത്തുന്നതിനു വേണ്ടി പാശ്ചാത്യ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ 21ാം നൂറ്റാണ്ടിലെ സംസ്കാരങ്ങളുടെ സംഘർഷം എന്ന് പറയുന്ന അവന്റെ പുതിയ ആശയവും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും, ഇയാളെന്താണ് എന്താണ് ഇതുവരെ സംസാരിച്ച ആൾക്കാരൊന്നും പറയാത്ത വിധത്തിൽ ഒരു വല്ലാത്ത സ്ട്രീമിൽ ഇയാള് എന്താണ് ഒരു ഭയങ്കര പ്രസംഗം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും സംസാരിച്ചത്, എനിക്കറിയാം നിങ്ങളെല്ലാം എനിക്കറിയാം, നമ്മൾ പരിചിതരല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ നിങ്ങളെ സഗൗരവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിനകത്ത് സാമ്രാജ്യവിരുദ്ധമായ അധാർമികതയുടെ പ്രത്യയശാസ്ത്രത്തെ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്തെ മുഴുവൻ കടുത്ത ചൂഷണത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഈ ലോകത്തെ ചൂഷക ശക്തികളോട് ലോകത്തിന്റെ വിവിധങ്ങളായ മണ്ണിൽ ആരെല്ലാം പ്രതികരിക്കുന്നുണ്ട് എന്ന് സൂക്ഷ്മമായി ഇന്ത്യൻ മണ്ണിൽ നിന്ന് നിരീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ DYFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചത്. അതുകൊണ്ട് നാം യോജിക്കേണ്ടതുണ്ട്. നാം യോജിച്ചില്ല എങ്കിൽ ഈ ലോകത്തിനകത്ത് അധാർമികത അത് ഈ ലോകത്തിന്റെ മാനവികതയെ തകർത്തു കളയും. മനുഷ്യനെ കാട്ടാളനാക്കി മാറ്റിക്കഴിഞ്ഞു. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയത് 2 അവയവങ്ങളാണ് എന്നാണ് ലോകത്തിനകത്തുള്ള എല്ലാ ചിന്തകന്മാരും പറഞ്ഞത്. പ്രോഫറ്റ് മുഹമ്മദും കാൾ മാർക്സും ഹെഗലും ഫ്രോയിഡും ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിലുള്ള, ഞാനെല്ലാം പറഞ്ഞു, മനഃശാസ്ത്രം പറഞ്ഞു, രാഷ്ട്രമീമാംസന്റെ ചിന്തകനെയും പറഞ്ഞു, മതതത്വചിന്തകനെയും ഞാൻ പറഞ്ഞു. അവരെല്ലാം പറഞ്ഞത് മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 2 അവയവങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഹാർട്ട്, സെക്കൻഡ് വൺ ബ്രെയിൻ. നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, ഇതെന്താ അയാൾ ഹാർട്ട് ആദ്യം പറഞ്ഞതെന്ന്. ഹാർട്ടില്ലെങ്കിൽ മസ്തിഷ്കം പ്രവർത്തിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. ഒന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള നിലയിൽ പറഞ്ഞതല്ല. ഇവിടെ പ്രശ്നം എന്തുകൊണ്ട് അധാർമികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയവും മസ്തിഷ്കവും ഇല്ലാത്ത ജന്തുവായി മുതലാളിത്തം, സാമ്രാജ്യത്വം മനുഷ്യനെ പരിവർത്തനപ്പെടുത്താനുള്ള പാതയിലാണ്. അതിൽ അവൻ വിജയിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ് അയൽപക്കത്ത് ജീവിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസി അവന്റെ ജീവിതചര്യകളുടെ ഭാഗമായി ലേശം താടി നീട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള അന്യമതസ്ഥൻ മറ്റാരോ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ തീവ്രവാദി എന്താണ്, അപ്പുറത്തുള്ള അയൽമുട്ടിക്കാനെയും പിടികൂടിയിട്ടുണ്ട്. ഓന്റെ ജിന്നാണ് അയൽമുട്ടിക്കാനെ, ഞാൻ ഈ ജിന്ന് പറയുന്നതിന് കുഴപ്പമായിരുന്നേ, ആ ഒരു പ്രശ്നമാണ്, അറിയാതെ ഉച്ചരിച്ചു പോയൊരു വാക്കാണ്, അത് ഞാൻ പിൻവലിച്ചു. അല്ല അത് ഞാൻ അതിലേക്ക് വരാം. അതാണ് പുതിയൊരു അപജയം ഈ അതല്ല, അത് പ്രശ്നമാണ്. എനിക്ക് പലപ്പോഴും എന്നെ അതിശയിപ്പിച്ച സാധനം ഇതാണ്. പലപ്പോഴും എനിക്കുള്ള വിയോജിപ്പ് ഇതാണ്. ഈ ലോകമാകെ താടിക്ക് തീപിടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താടി രോമങ്ങളെ കുറിച്ചും മുടി രോമങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്.
അതിന്റെ സമയമല്ല എന്നുള്ളതാണ്. ആകാം ഇതെല്ലാം. പക്ഷെ പൊതുസമൂഹത്തിൽ മതം ചർച്ച ചെയ്യേണ്ടത് താടിയുടെയോ മുടിയുടെയോ ജിന്നിന്റെയോ കാര്യമല്ല എന്നുള്ളൊരു എളിയ അഭിപ്രായം എന്താണ് ഇത് പറഞ്ഞു പോയതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. ആർക്കെങ്കിലും അങ്കലാപ്പോ എന്താണ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ അഭിപ്രായ വ്യത്യാസം എന്റെ സംഘടനയോട് വേണ്ടതില്ല, വ്യക്തിഗതമായി എന്നോട് മാത്രം ഉണ്ടായാൽ മതി. ഞാൻ എന്താണ് സാന്ദർഭിക എന്നോട് എന്റെ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങിൽ ജിന്ന് വന്നു പോയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് മാത്രം. അങ്ങനെയാണ്. എവിടെയെങ്കിലും എന്താണ് നമ്മുടെ ഈ കോൺഷ്യസ് ലെവലിൽ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, ഈ അൺകോൺഷ്യസ് ലെവലിന് ചില ആശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ വന്നു പൊട്ടു, അത് പറഞ്ഞുപോയി. കുറച്ചുകൂടി സീരിയസ് ആകണം നമ്മൾ. അങ്ങനെയാണ്. എന്താണ് ഞങ്ങള് ഡിവൈഎഫ്ഐ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും എല്ലാ മതങ്ങളെയും വളരെ ബഹുമാനപൂർവ്വമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ബഹുമാനപൂർവ്വം കാണാൻ കാര്യം ഇതെല്ലാം പ്രത്യയശാസ്ത്രങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതെല്ലാം പരിശ്രമിച്ചത് മനുഷ്യനെ ഹൃദയവും മസ്തിഷ്കവും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് അന്യമതസ്ഥൻ സംശയിക്കുന്നത് പോലെ താടി നീട്ടിയ അയമുട്ടിക്കാലല്ല ജിന്ന് കൂടിയിരിക്കുന്നത്. ഈ ജിന്ന് കൂടിയിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ മൊത്തമാണ്. ആ ജിന്നിന്റെ പേര് ആഗോളവൽക്കരണം എന്നുള്ളതാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ മനുഷ്യന്റെ ഹൃദയവും മസ്തിഷ്കവും ഇല്ലാത്ത വിധത്തിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജന്തുവിനെ ഒരു നിർദ്ദിഷ്ട ജീവിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ജിന്നിനെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് അടിച്ചറക്കാൻ എന്തുണ്ട് മാർഗം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ ആലോചനയിൽ ഞങ്ങൾ പലപ്പോഴും എന്താണ് ഞങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങളോട് ഇസ്ലാം തന്നെ പറഞ്ഞതുപോലെ ചുറ്റുപാടും അനീതി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അനീതിക്കെതിരെ കണ്ണുറക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ആരും കണ്ണുറക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഊന്നൽ അവിടെയാണ്. തന്റെ ചുറ്റുപാടുമുള്ള അനീതിക്കെതിരെ കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾ പലപ്പോഴും ആഹ്വാനം ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ ഈ സംസാരത്തിൽ ഞാൻ പറയുന്നത് എല്ലാ അധാർമികതയുടെയും മുഖ്യ കാരണക്കാർ ഈ പറയുന്ന പാശ്ചാത്യ ലോകം എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് കൊല ചെയ്തുകൊണ്ട് ഇനി ലോകത്തൊരു പ്രത്യയശാസ്ത്രവും വേണ്ട, ഇനി ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ലോകത്ത് വേണ്ടതുള്ളൂ. ദാറ്റ് ഈസ് ദ മാർക്കറ്റ്. കമ്പോളമാണ്, ലാഭേച്ഛയാണ്, പണമാണ്. പണം കിട്ടുമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, നിന്റെ മകളെയും നിനക്ക് കൂട്ടിക്കൊടുക്കാം. അതൊരു പ്രത്യയശാസ്ത്രം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഇത് ഒരു സമൂഹം ഈ ആശയം ഉത്പാദിപ്പിക്കുമ്പം ഈ നാട്ടിലെ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു പിതാവ് തന്റെ കുട്ടിയെ കൂട്ടിക്കൊടുത്തു കഴിയുമ്പോൾ ആ പിതാവാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ധാർമ്മികതയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പൊയ്വഴി ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ല. എന്നാൽ ധാർമ്മികത സംരക്ഷിക്കാൻ വേണ്ടി ശരിയായ തിരിച്ചറിവിന്റെ ഭാഗമായി ലാഭേച്ഛയിൽ കമ്പോളത്തിന് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ കുരുങ്ങി കൊടുക്കുന്ന സമയത്ത് ആ കമ്പോള സംസ്കാരത്തെ വരവച്ചുകൊണ്ടുവരുന്ന എല്ലാ രാഷ്ട്രീയത്തോടും കലഹിക്കാൻ നിങ്ങൾ കഴിയേണ്ടതുണ്ട്. ജാതിയും മതവുമെല്ലാം നമുക്ക് വ്യത്യസ്തരാണ്. ഇസ്ലാമാവുമ്പോൾ ഭൗതിക ജീവിതത്തെക്കാൾ ഉപരിയായി സമയം കൂടിയില്ലേ, അതാണ് പ്രശ്നം. നമ്മൾ എന്താണ് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. ഞാൻ സമ്മപ്പ് ചെയ്യുന്നു. ഞാനും ആകെ പ്രശ്നമായി പറഞ്ഞ കാര്യവും. യെസ്, നമുക്ക് അതെ അതെ ഈ പുതിയ കമ്പോള സംസ്കാരം, ആ കമ്പോള സംസ്കാരത്തോട് നിങ്ങൾ പറയുന്ന കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പെൺകുട്ടി പിച്ചു ചെന്നപ്പെടുന്നു, നാട്ടിൽ കുഴപ്പമുണ്ടാവുന്നു, കലാപുണ്ടാവുന്നു, വാർത്തകൾ തീർന്നു അറിയുന്നു. അപ്പൊ നമ്മുടെ IS ചെറുപ്പക്കാരെ ചോദിക്കുന്നു എന്താണ് നമുക്കെന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു നോട്ടീസ് മേടിച്ച് നമ്മൾ വന്ന് ഇരുന്നത് കൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ പറ്റും, ഈ ജിന്നിനെ ഇറക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇത് ഞങ്ങളുടെ ഈ ആഗ്രഹത പറയുന്നത്. ഞങ്ങൾ കുറെ ഫൈറ്റ് ചെയ്തു, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് എന്താണ് എല്ലാവരും കൂടി ഞങ്ങളെ വട്ടം കൂടി ഇട്ട് ശരിപ്പെടുത്തുകയാണ്. അതിൽ ആരും മോശക്കാരല്ല. നിങ്ങൾ ചിലപ്പോൾ എന്താണ് ചിലപ്പോഴൊക്കെ ഞങ്ങളോട് എന്താണ് ഇതെല്ലാം തിരിച്ചറിയുന്ന ആൾക്കാർ അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് രാഷ്ട്രീയ ലാഭേച്ഛക്കപ്പുറം മാനവ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി
ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ട് രാഷ്ട്രീയം മാത്രമേ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ളൂ. അത് ലോകത്തിന്റെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൈയടക്കിക്കൊണ്ട് ആ ലാഭേച്ഛയ്ക്ക് വേണ്ടി ഒരു ജനതയുടെ ജീവിതത്തെ മുഴുവൻ കമ്പോളത്തിന്, ചൂതാട്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഈ പുതിയ ചൂഷക കമ്പോള ശക്തികൾ, അവർ 1% അതിനകത്ത് ഒരു സത്യവിശ്വാസിയും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സത്യവിശ്വാസിക്ക് ഒരിക്കലും മനുഷ്യനെ പച്ചയായി കൊള്ള ചെയ്യുന്ന ലാഭക്കൊതിക്ക് വേണ്ടി കമ്പോളത്തിനകത്ത് ചൂതാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സത്യവിശ്വാസി കഴിയുകയില്ല. സത്യവിശ്വാസി നിശ്ചയമായും ഈ 99% കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 99% കൂടെ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇതിനോട് കലഹിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. യോജിക്കാനും വിയോജിക്കാനും നമുക്ക് നിരവധിയായ മേഖലകളുണ്ട്. എന്നാൽ നാം യോജിക്കേണ്ട മണ്ഡലം ഈ രാജ്യത്തിനകത്ത് ധാർമ്മികത സംരക്ഷിക്കാൻ, അരക്ഷിത സമൂഹത്തെ രക്ഷിക്കാൻ അതിനൊറ്റ മാർഗമേയുള്ളൂ. കമ്പോളാധിഷ്ഠിതമായ ഉപഭോഗതൃഷ്ണയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ഈ പുതിയ ആസുരതകൾ നിറഞ്ഞ വർത്തമാനകാല ജീവിതത്തോട് കലഹിക്കാൻ മതത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരു ചർച്ചാ സമ്മേളനത്തിൽ മാത്രം പോരാ. നിങ്ങൾ ഈ രാജ്യത്തിനകത്തെ ജനാധിപത്യ പൗരസമൂഹമാണ്. നിങ്ങളുടെ പാർട്ടി ഏതോ ആകട്ടെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പാർട്ടി ആകണം എന്നൊന്നും ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല. നാം ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ മതവുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നിങ്ങളുടെ വേഷം താടിയാവും, തൊപ്പിയാവും, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് എല്ലാ തീവ്രവാദികളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. അങ്ങനെ നിങ്ങൾ വരണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ വരുന്നത് ആകെ ആപത്താണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ സംഘടനയ്ക്കുമില്ല. ഇനി അതും പറയേണ്ടതില്ല, ഇതെല്ലാം കൂടി പറഞ്ഞു കളഞ്ഞെന്നുള്ളത്. പൊതുവെ ഇന്നത്തെ ഇന്ത്യ അവസ്ഥയിൽ നല്ലത് നമുക്കെല്ലാവർക്കും പൊതുവായി വ്യവഹരിക്കാൻ കഴിയുന്ന മണ്ഡലം ജനാധിപത്യ മണ്ഡലമാണ്. ആ ജനാധിപത്യ മണ്ഡലത്തിനകത്ത് നിങ്ങളുടെ ഇടം ഏതാണോ ആ ഇടം നിങ്ങൾ തെരഞ്ഞെടുക്കൂ. നിങ്ങൾ കോൺഗ്രസ് ആയ കുഴപ്പമില്ല, ഗാന്ധിന്റെ കോൺഗ്രസ് ആയാൽ മതി. നിങ്ങൾ മുസ്ലിം ലീഗായ കുഴപ്പമില്ല, അത് എന്തായാലും മതി. ഇസ്ലാമിക ധാർമ്മികതയുടെ പരിരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ആയാൽ മതി. എല്ലാ പാർട്ടിക്കാരും കുഴപ്പക്കാരൊന്നും പറയുന്നില്ല. എല്ലാ പാർട്ടിയിലും പ്രത്യയശാസ്ത്രമുണ്ട്, ആശയമുണ്ട്. പക്ഷേ അതിനകത്ത് കൂടുന്ന ചില കച്ചവടക്കാരാണ് ചെയ്യുന്നത് എല്ലാ പാർട്ടിയിലും ശരിപ്പെടുത്തുന്നത്. അതിന്റെ കാരണം ആ കച്ചവടക്കാരൻ മാത്രമല്ല, നമ്മളെപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാണ്, നമ്മൾ കസേരയെ കുത്തിരിഞ്ഞ് റോഡ് കുത്തിരി വിമർശിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു ചെയ്യാണ്, ഓനൊരു കാലത്ത് നന്നാൻ പോകുന്നില്ല. അതിന്റെ കാര്യം ഓന്റെ ഉള്ളിൽ ലൈറ്റില്ലേ, ധാർമ്മികതയുടെ വെളിച്ചം ഓനില്ല. ആ വെളിച്ചത് നമുക്കാ. നമ്മളെന്താണ്, നമ്മൾ കസേരയെ കുത്തിരിഞ്ഞ് ഓടി ഉണ്ടാവണമെന്ന് പറയുന്നത്, ഓൻ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താണ്, ധാർമ്മികത രാഷ്ട്രീയത്തിലാണ് വീണ്ടെടുക്കേണ്ടത്. നിശ്ചയമായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനം ധാർമ്മികതയെ പരിരക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നു. ഞങ്ങളതിൽ കോൺഫിഡന്റ് ആണ്. വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം, തിരുത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളും ജനാധിപത്യ ഭാരതത്തിന്റെ പൗരന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ജനാധിപത്യ പ്രബലമേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തകരുന്ന ധാർമ്മികതയിൽ നിന്ന് അരക്ഷിത സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അതിനുവേണ്ടി എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നടത്തുന്ന ആ പ്രവർത്തനങ്ങളോടൊക്കെ ഞങ്ങൾ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുണ്ടാകും. ദയവേത് എന്ത് ചെയ്യരുത്, നമ്മൾ ഈ രംഗത്ത് അങ്ങനെ കലഹിക്കുന്ന കാര്യം, നമ്മളെ രണ്ടു കൂട്ടം രണ്ട് ബൈക്കാക്കാൻ കുറെ ആൾക്കാരും മെനക്കെടുകയാണ്. ആ മെനക്കെട് ഇതാ കാര്യം, നമ്മൾ രണ്ടും കൂടി ഒന്നായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അധികകാലം ഇവിടെ നിൽക്കാൻ പറ്റുക, അതാണ് കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിശബ്ദരാകാതിരിക്കുമോ? ഞങ്ങൾ നിങ്ങളുടെ മുമ്പേ എന്താണ് ത്യാഗത്തിനൊരുക്കമായി ഞങ്ങളുണ്ട് ഈ ധാർമ്മിക സമൂഹത്തെ പരീക്ഷിക്കാൻ. എല്ലാവർക്കും ഐക്യദാർഢ്യപ്പെടാം. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടൊന്നും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും ജനാധിപത്യപരമായ ഒരു യുവജന സംഘടനയാണ്. ആ ജനാധിപത്യ യുവജന സംഘടനയുടെ സ്പേസിനകത്ത് ഞങ്ങൾ എന്താണ് ISMന്റെയും ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഈ പ്രവർത്തനത്തെ ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ പറയുന്നത്, ഇതാ ഇങ്ങനൊരു സംഘടന വന്നിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ നമുക്ക് ഐക്യദാർഢ്യപ്പെടാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമാപണം നടത്തുകയാണ്. പ്രത്യേകിച്ച് അധ്യക്ഷനോട്, ഈ സ്കൂൾ മാഷന്മാരായ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വെറും ഡിവൈഎഫ്ഐ ആണെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടിയാൽ അന്നേരം നിർത്തുമായിരുന്നു. പക്ഷേ ഈ സ്കൂൾ മാഷന്മാരെന്താ വെച്ചാൽ ഈ മുഖത്ത് നോക്കി സംസാരിച്ചു കളയും. ഈ പറയുന്നത് മനസ്സിലാവും. അതുകൊണ്ടാണ് മാഷക്ക് ഒരിക്കലും സംശയം തീരില്ല എന്ന് പറയുന്നത്. മാഷ കുഴപ്പമില്ല, ഈ മാഷാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടി സമൂഹം പഠിപ്പിച്ചു വെച്ചാണ്. അങ്ങനെ പല മുഖത്തേക്ക് നോക്കുമ്പോണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തത വന്നില്ല എന്നെന്ത് ചെയ്യാണ് തോന്നുകയാണ്. അപ്പൊ എന്റെ പ്രസംഗം നീണ്ടുപോയതിൽ കുറ്റക്കാർ ഞാൻ മാത്രമല്ല. ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ഏതൊക്കെയോ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറുന്നു
എന്നുള്ള പ്രതീതിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുഖത്തു നിന്നുള്ള റിഫ്ലക്ഷൻ. അതുകൊണ്ട് ക്ഷമിക്കുക. ആ റിഫ്ലക്ഷൻ തന്ന നിങ്ങളും ഇതിനകത്ത് കുറ്റക്കാരാണ്. അതുകൊണ്ട് സംസാരിച്ച ഞാനും എന്നെ നിശബ്ദമായി ശ്രവിച്ച നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി കൂടി ഞാൻ അധ്യക്ഷനോട് അധികം സമയമെടുത്തു പോയതിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് എല്ലാവരെയും സ്നേഹോഷ്മമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും.